ഈ പച്ച തക്കാളിയും കൊണ്ട് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം. തക്കാളി ഒറ്റയ്ക്കല്ല കേട്ടോ, കൂട്ടായിട്ട് ഈ ഉള്ളിയും കൂടി ഇരുന്നോട്ടെ. പച്ച തക്കാളി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റും. ഞാൻ അത്ര ഉറപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാവിച്ചിട്ടാണ് എനിക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നത്. തക്കാളീനെയും ഉള്ളീനെയും നമുക്ക് ഒരേപോലത്തെ സൈസിൽ മുറിക്കാം. ഇനിയിപ്പോൾ ഒരേ സൈസ് ആയില്ലെങ്കിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പും മഞ്ഞളും കൂട്ടി ഇളക്കി വെക്കുകയാണ്. സ്പൂൺ കൊണ്ടൊന്നും നടന്നില്ല കേട്ടോ, ഞാൻ മെല്ലെ ക്യാമറ ഓഫ് ചെയ്ത് എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഇളക്കിയത്. ഇത്ര കുറച്ച് കഷ്ണത്തിന് ഇത്രയും വലിയ പാത്രത്തിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇതേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. എണ്ണ ചൂടാക്കുക, കടുക് വറവിടുക. കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കരിവേപ്പില ഇടുക. പിന്നെ നമ്മളുടെ ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ച കഷ്ണം ഇടുക. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചിട്ട് വേവിക്കാം കേട്ടോ, പക്ഷേ എനിക്കിവിടെ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഈ പച്ചടിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നമ്മളുടെ തക്കാളി ഇത്രയേ ഉടയുള്ളൂ, പച്ചയല്ലേ. ഇനി ഇത് ഓഫാക്കിയിട്ട് അവിടെ വെക്കാം. തേങ്ങയും കടുകും പച്ചമുളകും കൂടി തൈരിലാണ് കേട്ടോ അരയ്ക്കേണ്ടത്. ഈ അരപ്പ് ഇനി നമ്മളുടെ തക്കാളിയിൽ കൂട്ടി യോജിപ്പിക്കുക. പിന്നെ അടുപ്പത്തൊന്നും വെക്കണ്ട, പണി കഴിഞ്ഞു. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണേ എടുക്കാൻ. എൻ്റെ ഇതിന് മഞ്ഞൾപ്പൊടി ലേശം കുറഞ്ഞു പോയോ എന്ന് സംശയമുണ്ട്. കുഴപ്പമില്ല, ഉപ്പ് ലേശം കുറവായിരുന്നു, അത് ഞാൻ രണ്ടാമതിട്ടു. എനിക്ക് ഇങ്ങനത്തെ പച്ചടികളൊക്കെ ചോറിന് കൂട്ടുന്നതിനേക്കാളും വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. നീതു ഉണ്ടാക്കി തരുന്ന ഒരു ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ട്, അതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു പോവും, സ്നാക്സൊക്കെ പോലെ. നീതുവിനെ കൊണ്ട് ഒരു ദിവസം ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പച്ചടികൾ ഉണ്ടാക്കുമ്പോൾ ഓവർ പുളിയില്ലാത്ത തൈര് എടുക്കുക. പിന്നെ കടുക് അരയ്ക്കുമ്പോൾ അധികമാവരുത്, അധികമായിട്ടുണ്ടെങ്കിൽ കയ്പ്പ് പോലെ വരും. ഇത് ഇത്രയല്ലേ ഉള്ളൂ പച്ചടി. ഇനി ഞാനിത് വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റുന്നില്ല കേട്ടോ. വേറെ പാത്രത്തിലാക്കി അതൊക്കെ ഞാൻ തന്നെ കഴുകണ്ടേ. ഈ വീഡിയോൻ്റെ എല്ലാ ക്രെഡിറ്റും സാവിച്ചിട്ടേക്കുള്ളതാണ്.